നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം നമുക്ക് സ്വസ്ഥത നൽകി തരുന്ന, നമ്മുടെ ദൈവം നമുക്ക് സമാധാനം നൽകി തരുന്ന സർവശക്തനായ ദൈവമാണ്. ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. തുടർമാനമായിട്ട് ഈ പ്രോഗ്രാം ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് കാണുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ തലമുറകളും ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും ഞങ്ങളുടെ സംഘടനയ്ക്കുമൊക്കെ വളരെ അനുഗ്രഹം തന്നെയാണ്. വാസ്തവത്തിൽ നിങ്ങൾ കാണിക്കുന്ന സഹകരണം വളരെയേറെ മുതൽക്കൂട്ട് തന്നെയാണ്. ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കാണുന്നവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരുപക്ഷെ യാദൃശ്ചിക TV ചാനൽ മാറ്റിക്കൊണ്ടുന്ന സന്ദർഭത്തിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കാണുവാൻ ഇടയായി തീർന്നത്. നിശ്ചയമായിട്ടും ഇന്ന് നിങ്ങൾ കേൾക്കുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളെ സൗഖ്യമാക്കുകയും നിങ്ങളെ വിടുതലിലേക്ക് നയിക്കുകയും നിങ്ങളെ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും സർവശക്തനായ ദൈവം നടത്താൻ പോകുകയാണ്. വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിന് വളരെയേറെ നിങ്ങളെ സ്പർശിക്കുവാൻ കഴിയും. നിങ്ങൾ കേൾക്കുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളെ സ്പർശിക്കുമ്പോൾ നിങ്ങളൊരു അസാധാരണ വ്യക്തി ജീവിതമായി മാറാൻ പോകുകയാണ്. കർത്താവിൻ്റെ വചനം നിങ്ങളെ തൊടുമ്പോൾ, കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടുമ്പോൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ചലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ ഇടയാകും. കർത്താവ് നിങ്ങളെ തൊടുമ്പോൾ നിങ്ങളൊരു പുതിയ വ്യക്തി ജീവിതമായി മാറാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള നിമിഷങ്ങൾ ആയിരിക്കുക. കഴിഞ്ഞ എപ്പിസോഡ് നിമിത്തം അനേകർ വിടുവിക്കപ്പെടുവാനിടയായി തീർന്നു. കഴിഞ്ഞ എപ്പിസോഡിലെ സാക്ഷ്യങ്ങൾ എല്ലാവർക്കും വളരെ അനുഗ്രഹം തന്നെയായിരുന്നു. അനേകരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇതൊരു മുഖാന്തരമായി മാറി. TV ചാനൽ ഓഫ് ചെയ്യരുത്. 28 മിനിറ്റ് ഈ സന്ദേശം കേൾക്കുക. ഈ സന്ദേശത്തിനൊടുവിൽ അനുഗ്രഹിക്കപ്പെട്ട വലിയ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. താഴെ കാണുന്ന നമ്പറിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കാനുള്ള സാവകാശമുണ്ട്. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. എലോഹിം ഗ്ലോബൽ മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് പേജിൽ കയറി നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ സമയത്തെ വേർതിരിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ തുടർന്ന് കേൾക്കാൻ പോകുന്നു. അതിനായിട്ട് ഏവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ വചനവുമായി എത്തുന്നതിൽ ഞങ്ങൾ വളരെയേറെ സന്തോഷിക്കുന്നു. ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽ എന്ന് പറയുന്നത് പുനലൂരുള്ള ഓവർ ബ്രിഡ്ജാണ്. പുനലൂര് കാണുന്ന ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള തൂക്കുപാലം നിങ്ങൾക്ക് ഈ വിഷ്വലിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ ഏറെ പ്രയാസപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് 1877 ആൽബർട്ട് ഹെൻറി എന്ന എഞ്ചിനീയറാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കല്ലടയാറിന് കുറുകെ വളരെ ഏകദേശം 6 വർഷമെടുത്ത് വളരെ മനോഹരമാക്കി ഈ ബ്രിഡ്ജ് തീർത്തിരിക്കുകയാണ്. പുനലൂർ സൈഡിൽ നിങ്ങൾ വരുമ്പോൾ നിശ്ചയമായിട്ടും ഈ പാലം കാണാൻ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവം തന്നെയായിരിക്കും. വളരെ ഏറെ കഷ്ടപ്പാടുകൾ ഈ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിൽ അവർ എടുത്തിട്ടുണ്ട്. 2013 അത് രണ്ടാമതും അത് ഒന്നുകൂടെ പുതുക്കി പണിയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അതിൻ്റെ ചരിത്ര ഭാഗങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ പഴയ രീതിയിൽ വളരെ മനോഹരമാക്കി
തീർത്തിരിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ആ സ്ഥലം സന്ദർശിക്കുമ്പോൾ കാണാൻ ഇടയായിത്തീരും. വചന ശുശ്രൂഷയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്നു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ, ഈ വേദഭാഗം വായിച്ച് ശുശ്രൂഷിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്പനപ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫിദീമിലെത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളം ഇല്ലായിരുന്നു. കുടിപ്പാൻ വെള്ളമില്ലാതിരുന്ന സ്ഥാനത്ത്, വരൾച്ചയുള്ള സ്ഥാനത്ത് സർവശക്തനായ ദൈവം വെള്ളം പുറപ്പെടുവിച്ച് ആ ജനത്തിനു വേണ്ടതെല്ലാം സർവശക്തനായ ദൈവം ഒരുക്കി കൊടുത്തു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ആവശ്യമായിരിക്കുന്നത് അതിനെല്ലാം നൽകിത്തരാൻ അത്യുന്നതനായ ദൈവത്തിന് ശക്തിയുണ്ട്. അവിടുന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ദൈവം തന്നെയാണ്. ഇവിടെ വച്ച ജനത്തിന് അത്യുന്നതനായ ദൈവം വെള്ളത്തെ കൊടുക്കുകയാണ്. മരുഭൂമിയാണ്, വരൾച്ചയുള്ള സ്ഥലമാണ്, വെള്ളം കണ്ടെത്തുവാൻ വളരെ പ്രയാസമുള്ള സാഹചര്യം. എന്നാൽ അത്യുന്നതനായ ദൈവം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുന്നമേ ജോഗ്രഫി ചാനലിലൂടെ ഞാൻ ഒരു പ്രോഗ്രാം ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. ട്രൈബൽസ്, ആദിവാസികൾ ഇങ്ങനെ യാത്ര ചെയ്ത് അവർ വഴി തെറ്റി, ദിശ തെറ്റി മരുഭൂമിയിലൂടെ അവർ നടന്നുപോയ സന്ദർഭത്തിൽ അവർക്ക് വെള്ളമില്ലാതെ വളരെയേറെ ഭാരപ്പെട്ടു. അവർക്കറിയത്തില്ല എവിടെ വെള്ളമുണ്ട്, ജലത്തിൻ്റെ അംശമുണ്ടെന്ന് അവർക്കറിയത്തില്ല. കാരണം അവർ നടന്നു വന്ന കൂട്ടത്തിൽ അവർ ആ സ്ഥലത്ത് അകപ്പെട്ടു പോയതാണ്. എന്നാൽ അവർ ആ പോകുന്ന യാത്രയിൽ ഒരു മരത്തിൽ ഇഷ്ടം പോലെ കുരങ്ങ് ഇരിക്കുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ വളരെ ബുദ്ധിയുള്ള ഒരു കൂട്ടരായിരുന്നു. അവർ ആ കുരങ്ങനെ പിടിച്ച് മരത്തിൽ കെട്ടിയിട്ടിട്ട് അതിനെ കൊണ്ട് ഉപ്പ് തീറ്റിക്കും. അതിനുശേഷം 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞ് അതിനെ അഴിച്ചു വിടുമ്പോൾ ഈ വെള്ളം കുടിക്കാനുള്ള പരവേശത്തിൽ ഈ കുരങ്ങ് ഓടും. അപ്പോൾ ഇതിൻ്റെ പുറകെ ഇവർ ഓടുകയും, ഈ കുരങ്ങനറിയാം ജലാംശമുള്ള സ്ഥലം അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലം ഈ കുരങ്ങനറിയാം. അങ്ങനെ വെള്ളം കണ്ടെത്തിയ അനുഭവം ജോഗ്രഫി ചാനലിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുള്ളവരായിരിക്കാം. എന്നാൽ ഈ വെള്ളമില്ലാതിരുന്ന സ്ഥാനത്ത് അവർക്ക് മറ്റ് വെള്ളം ശേഖരിക്കാൻ അല്ലെങ്കിൽ വെള്ളം കണ്ടെത്തുവാൻ മറ്റ് മീഡിയയൊന്നും അവർക്ക് ഉപയോഗിക്കാൻ കഴിയാതിരുന്നപ്പോൾ, സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതിരുന്നപ്പോൾ സർവശക്തനായ ദൈവത്തോട് അവർ നിലവിളിച്ചപ്പോൾ ദൈവം അവർക്ക് വെള്ളത്തെ ധാരാളമായി നൽകിക്കൊടുത്തു. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഹാരമില്ലാതെ കുറച്ചു നാളൊക്കെ മുൻപോട്ട് അവർക്ക് ജീവിക്കാൻ കഴിയും. എന്നാൽ വെള്ളം കൂടാതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പോലും അത് മാറ്റിവെക്കാൻ കഴിയത്തില്ല. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യന് മാത്രമല്ല മൃഗത്തിനെല്ലാം വെള്ളം ആവശ്യമാണ്. വെള്ളമില്ലാതെ അവർ ഭാരപ്പെട്ടപ്പോൾ ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു. പറഞ്ഞ മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിനെ കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ദൈവത്തോട് പിറുപിറുക്കുന്നത്, ദൈവസന്നിധിയിൽ മത്സരിക്കുന്നത്, കലഹിക്കുന്നത് പാപമാണ്. ദൈവത്തിന് ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. കലഹം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളഞ്ഞാൽ മാത്രമേ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിപ്പാൻ, നിങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിപ്പാൻ കഴിയുകയുള്ളൂ. മത്സരഗ്രഹത്തോട് ആണോ നിങ്ങൾ ആ തരത്തിലുള്ള സാഹചര്യത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ആ മണ്ഡലത്തെ നിങ്ങൾ മാറ്റിക്കളയുക. കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ചൊരിയാൻ കഴിയുന്നില്ല. അനുഗ്രഹത്തിന്
തടസ്സമായി എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് നീക്കിക്കളഞ്ഞാൽ മാത്രമേ വാസ്തവത്തിൽ നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിപ്പാൻ കഴിയത്തുള്ളൂ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. കലഹിക്കുമ്പോൾ കർത്താവിനെ പരീക്ഷിക്കുകയാണ്. വിശ്വാസമില്ലാതെ ഇരിക്കുമ്പോൾ കർത്താവിനെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. ആ മണ്ഡലത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ജനത്തിന് അവിടെ വച്ച് നന്നായി ദാഹിച്ചത് കൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. 3-ാമത്തെ വാക്യം, ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. മിസ്രൈമിൽ അടിമകളായിട്ട് ഇവരെ പാർക്കുകയാണ്. കാഠിന്യമേറിയ ജോലി ചെയ്ത് ഇവർ തളർന്ന് അവശരായി തീർന്നപ്പോൾ അവരുടെ നിലവിളി കേട്ട് കർത്താവ് അവരെ വിടുവിച്ചു കൊണ്ടുവന്നു. എന്നാൽ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ, ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായപ്പോൾ പഴയതിനെ അവർ ചിന്തിക്കുകയാണ്. ഇതിലും ബെറ്റർ ആയിരുന്നത് മറുഭാഗമായിരുന്നു എന്ന് അവർ ചിന്തിക്കുകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പഴയ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ്, സ്വർഗസ്ഥനായ ദൈവമാണ് നിങ്ങളെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ മാറ്റി വലിയവനായ ദൈവമാണ് നിങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ള സകല ആവശ്യങ്ങളും നിറവേറ്റി തരുവാൻ അവിടുന്ന് മതിയായ ദൈവം തന്നെ. അവൻ്റെ കരത്തിന് ഇന്നും ശക്തി കുറഞ്ഞു പോയിട്ടില്ല. അവൻ്റെ കരം ഇന്നും വീര്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. യഹോവ മോശയോട്, 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക, മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട് അരുളി ചെയ്യുകയാണ്, ഇസ്രായേൽ മൂപ്പന്മാരെ ചിലരെ കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന് മുമ്പാകെ കടക്കുക. നദിയെ അടിച്ച വടിയുമായിട്ട് കടക്കുക എന്ന് സ്വർഗസ്ഥനായ ദൈവം പറയുകയാണ്. വടിക്ക് എങ്ങനെ ഒരു അത്ഭുതത്തെ ചെയ്യാൻ കഴിയും? ആത്മീയ അർത്ഥത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഒരു ഉണങ്ങിയ വടിയാണെങ്കിലും അഭിഷിക്തന്റെ കരത്തിൽ ആ വടി കയറുമ്പോൾ ആ വടി ഒരു അത്ഭുതമായി മാറുകയാണ്. അഭിഷക്തന്റെ കരത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന ഒരു വടിയാണെങ്കിലും അതിനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ആ വടിയിലൂടെ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കുന്നു, ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന നിങ്ങൾ കർത്താവിൻ്റെ കരത്തിലൂടെ കയറി ഇറങ്ങുമ്പോൾ നിങ്ങളൊരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വളരെ ഹൃദ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു അത്ഭുതമായി മാറാൻ പോകുന്നു. 2019 നിങ്ങളൊരു മിറക്കിളായി മാറാൻ പോകുകയാണ്. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാർ ചിലരെ കൂട്ടിക്കൊണ്ടുവന്ന് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുമ്പാകെ കടന്നു പോകുക. ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കുമെന്ന് അരുളി ചെയ്യുന്നു. നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണെ മോശ അങ്ങനെ ചെയ്തു. ഈ വടി കൊണ്ട് പാറയടിച്ചപ്പോൾ വെള്ളം പുറപ്പെടുകയാണ്. ഇന്ന് കിണർ കുടിക്കുന്നവർക്കറിയാം, വലിയ എക്സ്പ്ലോസീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പാറയെ പിളർന്ന് വെള്ളം കാണത്തക്ക രീതിയിലുള്ള കിണർ കുത്തുന്ന വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ട്. എന്നാൽ മോശ കയ്യിരിക്കുന്ന വടി എടുത്ത് അടിച്ചപ്പോൾ ഒരത്ഭുതം നടക്കുവാനിടയായി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളൊരു അത്ഭുതമായി മാറും, അനേകർക്കൊരു ആശ്വാസമായി മാറും. ഈ വെള്ളം പുറപ്പെട്ടു വന്നപ്പോൾ അവരുടെ മൃഗങ്ങൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക്, ഇസ്രായേൽ ജനത്തിന് അതൊരു അനുഗ്രഹം തന്നെയായിരുന്നു.
ഇന്ന് നിങ്ങൾ കേൾക്കുന്ന സന്ദേശം നിങ്ങളെ ജീവിതത്തിലേക്ക്, പ്രതീക്ഷയിലേക്ക് നടത്താൻ പോകുകയാണ്. ഒരു ശുഭ പ്രതീക്ഷ നൽകിത്തന്ന് നിങ്ങളെ സ്വർഗസ്ഥനായ ദൈവം മാനിക്കാൻ പോവുകയാണ്. ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തം യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തവും അവർ ആ സ്ഥലത്തിന് മസ്സ എന്ന് പേരിട്ടു. 9-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മോശ യോശുവോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. അവിടെയും ദൈവത്തിന്റെ വടി, സാധാരണ ഒരു വടി കയ്യിലൂടെ കയറി ഇറങ്ങിപ്പോയപ്പോൾ ദൈവത്തിന്റെ വടിയായി മാറി. നിങ്ങൾ കർത്താവിന്റെ കരത്തിലൂടെ കയറി ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ കർത്താവിനെ സ്വന്തമായി മാറാൻ പോകുകയാണ്. ആ വടി അവിടെ അത്ഭുതം ചെയ്യുകയാണ്. ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുവാൻ പല ശത്രുക്കൾ കയറി വന്നപ്പോൾ അവിടെയെല്ലാം ദൈവം അവർക്ക് വിജയം ഒരുക്കി കൊടുത്തു. ദൈവം അവരെ മാനിച്ചു. 11-ാമത്തെ വാക്യം, മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ല് എടുത്തു വച്ചു. അവൻ അതിന്മേൽ ഇരുന്നു. അഹരോനും ഹൂരും ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. നിങ്ങളെ ആത്മീയത്തിലേക്ക് നടത്തുന്നവരെ, നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്നവരുടെ കൈയെ നിങ്ങളൊന്ന് താങ്ങിയാൽ നിശ്ചയമായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു അനുഗ്രഹം തന്നെയുണ്ട്. ഈ വചനവുമായി ബന്ധപ്പെട്ട് വേറെ ചില വചനങ്ങളോട് വായിച്ച് ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 4-ാമത്തെ വാക്യം നിങ്ങൾ പരിശോധിക്കുക. അവരെ അനുഗമിച്ച ആ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. പാറ എന്ന പദപ്രയോഗം, പർവ്വതം, ഈ പദപ്രയോഗങ്ങളൊക്കെ വേദപുസ്തകത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മോശ പാറയെ അടിച്ച് ജലം പുറപ്പെട്ടു വന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അടിക്കപ്പെട്ട പാറ യേശു ക്രിസ്തുവിന് സാദൃശ്യമാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു ക്രിസ്തു അടിക്കപ്പെടുവാൻ, തകർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അന്ന് വെള്ളമില്ലാത്തവർ ഭാരപ്പെട്ടപ്പോൾ, അടിക്കപ്പെട്ടപ്പോൾ വെള്ളം പുറപ്പെട്ടു വന്നു. ഇതുപോലെ യേശു ക്രിസ്തുവിനെ അടിച്ചപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു വന്നു. എനിക്കും നിങ്ങൾക്കും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ, ആ ജീവൻ പരിപൂർണപ്പെടുവാൻ, അനേകരെ പ്രതീക്ഷയിലേക്ക് നയിക്കുവാൻ, പ്രത്യാശയിലേക്ക് നയിക്കുവാൻ, സമാധാനത്തിലേക്ക് നയിക്കുവാൻ 2019 വർഷങ്ങൾക്ക് മുന്നമേ യേശു ക്രിസ്തു നമുക്കായി അടിക്കപ്പെട്ടു. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 13-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ മോശ അവന്റെ ശുശ്രൂഷക്കാരായ യോശുവയും എഴുന്നേറ്റ് മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി എന്ന് അവിടെ വായിക്കും. ദൈവത്തിന്റെ വടി എന്ന് നമ്മൾ വായിച്ചു. അടുത്തത് ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ പാറയായ ദൈവം എങ്ങനെയുള്ളവനാണോ ആകുന്നു എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, ഈ പാറയായ ദൈവം എങ്ങനെയുള്ളവനാണ്? ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഈ പാറയായ ദൈവം പുരാതനായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ദൈവമാണ്. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. നമ്മൾ യാത്ര ചെയ്തു പോകുന്ന സന്ദർഭങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ഭുജം ഇടത്തും വലത്തും മുൻപിലും പുറകിലുമായിട്ടുണ്ട്. പല അപകടങ്ങൾ കഴിഞ്ഞ നാളിൽ വന്നപ്പോൾ എയർബാഗ് ഇല്ലെങ്കിലും നിങ്ങൾ രക്ഷപ്പെടാൻ കാരണം ഈ ശാശ്വത ഭുജം നിങ്ങളെ താങ്ങിയത് കൊണ്ടാണ്. ഇപ്പോഴാണല്ലോ ടെക്നോളജികളൊക്കെ കുറച്ച് വിശാലമായി വന്ന് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിനൊക്കെ എയർ ബാഗ് വച്ചിരിക്കുന്നത്. കുറേ വർഷം ബാക്കിലോട്ട് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെയൊക്കെയും എന്നെയും നിങ്ങളെയും താങ്ങിയത് ശാശ്വത ഭുജം, കരം എനിക്കും നിങ്ങൾക്കും ഉള്ളത് കൊണ്ടായിരുന്നു. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക്
സ്വസ്ഥത തരും. നമ്മുടെ ദൈവം നമുക്ക് സ്വസ്ഥത തരുന്ന ദൈവമാണ്. അനേക ഭവനങ്ങളിൽ സ്വസ്ഥത കാണാൻ കഴിയുന്നില്ല. സാമ്പത്തികം ഒരുപാടുണ്ട്, സാഹചര്യങ്ങളെല്ലാം വളരെ അനുകൂലമാണ്, വിദ്യാഭ്യാസം പലർക്കുമുണ്ട്. എന്നാൽ ഒരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാത്ത അനേക കോടിക്കണക്കിന് ഭവനങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ അടിക്കപ്പെട്ട പാറ സർവശക്തനായ ദൈവം നമുക്ക് സമാധാനം, സ്വസ്ഥത തരുന്ന ദൈവമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഭവനം മദ്യപാന നിമിത്തം സമാധാനക്കേടിലായിരിക്കാം, സമാധാനം തീരെ കുറഞ്ഞ സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രതീക്ഷയുമില്ലാതെ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കാം. കാരണം സമാധാനം എന്തെന്ന് നിങ്ങൾക്ക് ഇതുവരെയും അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യവചനം ഞാൻ നിങ്ങളോട് പ്രസ്താവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിന് നിങ്ങൾക്ക് സ്വസ്ഥത നൽകി തരാൻ കഴിയും. ഈ ദൈവത്തിന് നിങ്ങൾക്ക് സ്വസ്ഥത നൽകി നിങ്ങളുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിപ്പാൻ കഴിയും. നിങ്ങളുടെ ഭാവി മണ്ഡലത്തെ അവിടുന്ന് അനുഗ്രഹിപ്പാൻ വിശ്വസ്ത ദൈവമാണ്. അവൻ സ്വസ്ഥത തരുന്ന ദൈവം തന്നെ. അനേക ദൈവങ്ങൾ രക്തദാഹികളായിട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഹൃദയത്തിന് സ്വസ്ഥത നൽകി തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അവൻ നമുക്ക് ഈ ദിവസങ്ങളിൽ അവകാശമായി ചിലതിനെ നൽകിത്തരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ചിലത് അവകാശമായി ദൈവം നൽകിത്തരാൻ പോകുന്നു. കാരണം നിങ്ങൾ മക്കളും അവകാശികളുമാണ്, ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലത് അവൻ അവകാശമായി നൽകിത്തരാൻ പോകുകയാണ്. ശത്രു നിങ്ങളെ നോക്കി നിങ്ങൾക്ക് നന്മ തരത്തില്ല, പുതിയൊരു വാതിൽ തുറന്നു തരത്തില്ല എന്ന് നിങ്ങളെ നോക്കി വളരെ ശക്തിയോടെ നിങ്ങളെ നോക്കി വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ചിലത് നൽകിത്തരാൻ പോകുന്നു, അവകാശമായി നൽകിത്തരാൻ പോകുകയാണ്. ഈ അവകാശത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ വേദപുസ്തകം വായിച്ച് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കൂ. അവകാശം നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും. നിനക്കവൻ സ്വസ്ഥത നൽകി നിന്നെ അനുഗ്രഹിക്കും. സമാധാന അന്തരീക്ഷം നിങ്ങൾക്ക് നൽകിത്തരും. ഈ പ്രയർ ലൈനിൽ ആയിരക്കണക്കിന് വ്യക്തി ജീവിതങ്ങൾ വിളിക്കുമ്പോൾ അവർ പറയുന്നു, സാറേ ഞങ്ങൾക്ക് തീരെ സ്വസ്ഥത ലഭിക്കുന്നില്ല. കാരണം ഭർത്താവ് മദ്യപാനിയാണ്, അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുന്നില്ല, തലമുറകൾ പ്രതീക്ഷയ്ക്കൊത്ത വളർന്നു വരാൻ കഴിയുന്നില്ല, അവർക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി ധാരാളം സാമ്പത്തികം മുടക്കിയിട്ടും പ്രതീക്ഷയ്ക്കൊത്തവണ്ണം അവർ വളർന്നു വരാൻ കഴിയുന്നില്ല, ഞങ്ങൾക്കൊരു സ്വസ്ഥത ലഭിക്കുന്നില്ല. വിദേശ രാജ്യത്ത് ഞങ്ങൾ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, പക്ഷേ ഞങ്ങൾക്ക് വേണ്ടവണ്ണം സാമ്പത്തികം ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കൊരു സ്വസ്ഥതയില്ല. അനേക ദേശത്തിരുന്നു കൊണ്ട്, അനേക രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇന്ന് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് സർവശക്തനായ ദൈവം നിങ്ങൾക്ക് സ്വസ്ഥത നൽകി, സമാധാന അന്തരീക്ഷം നൽകി 2019 നിങ്ങളെ അനുഗ്രഹിപ്പാൻ പോകുകയാണ്. അവൻ നിങ്ങളുടെ സങ്കേതമാകുന്നു. അവൻ ചിലതിനെ നീക്കി സമാധാനത്തെ അയക്കുന്നവനാകുന്നു. ശത്രുവിനെ അവൻ നീക്കിക്കളഞ്ഞ് സ്വസ്ഥതയുള്ള ഒരന്തരീക്ഷം അവൻ നൽകിത്തരാൻ പോകുകയാണ്. നിങ്ങളായിരിക്കുന്ന മേഖലയിൽ, നിങ്ങളായിരിക്കുന്ന തുറയിൽ, നിങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സകല വിഷയങ്ങളും വളരെ കാഠിന്യമേറിയായിട്ടൊക്കെ ഇപ്പം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു. എന്നാൽ അതിനെ ലഘൂകരിച്ച് നൽകുവാൻ എൻ്റെ കർത്താവ് മതിയായ ദൈവമാണ്. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ തുറപ്പാൻ അവിടുന്ന് വിശ്വസ്ത ദൈവമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. വ്യത്യസ്ത മേഖലയിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിരിക്കുന്നു എന്ന് ആത്മാവിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്നേഹമേറിയ സ്വർഗീയ നല്ല പിതാവ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ചില രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലർക്കങ്ങ് സ്വസ്ഥത നൽകിക്കൊടുത്ത് സഹായിക്കണമേ കർത്താവേ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞപ്പത്ത രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു കുടുംബം ഞങ്ങളെപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡമാൻ നിക്കോബാറിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു.
പനി കൂടിയിട്ട് പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി പരിശോധനയൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വേണ്ടവണ്ണം ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാതിരിക്കുന്ന ആ കുടുംബത്തെ സ്വർഗസ്ഥനായ ദൈവം തൊട്ട് സൗഖ്യമാക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അതിരട്ട സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ വഴിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ പുതിയ വഴികൾ, വാതിൽ അവർക്കായി ദൈവം തുറന്നു കൊടുത്ത് സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. TV ചാനൽ ഓഫ് ചെയ്യരുത്. അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം നിങ്ങൾക്ക് ഇതിന് ശേഷം കേൾക്കാവുന്നതാണ്. അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെയും സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത വലിയൊരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഈ സന്ദർഭം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രിയ ഭവനത്തിന് ദൈവം കൊടുത്ത വലിയ വിടുതൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ആൻറ്റി, കഴിഞ്ഞ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിച്ച വിടുതൽ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്താട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ വീട് ചെറിയനാട്ടാണ്. എൻ്റെ പേര് മോനി എന്നാണ്. ഞാൻ യാദൃശ്യമായിട്ടാണ് ഈ ബ്രദറിനെ TV-യിൽ കാണുന്നത്. കണ്ട് ഇങ്ങനെ ഭയങ്കര മനോവേദനയോട് ഞാൻ ഇരിക്കുമായിരുന്നു. എൻ്റെ മോനെ കുവൈറ്റിൽ പോയത് ഇവിടുത്തെ ടെസ്റ്റുകളെല്ലാം പാസ്സായി. ഒരു മെഡിക്കലിലൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ അവൻ കുവൈറ്റിലേക്ക് പോയത്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് മെഡിക്കൽ നടത്തിയ സമയത്ത് അവനെ 3-ാം ക്ലാസ്സിൽ വെച്ച് അവന് മഞ്ഞപ്പിത്തം വന്നതാണ്. അതിൻ്റെ ഏതോ അംശം ബ്ലഡിനകത്തുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ റിജക്റ്റായിപ്പോയി. 3-4 ലക്ഷം രൂപ മുടക്കി എൻ്റെ കുഞ്ഞ് കുവൈറ്റിന് പോയതാണ്. അന്നേരം അവൻ എന്നോട് വിളിച്ച് പറഞ്ഞു, മമ്മി ഇതുപോലെ മെഡിക്കൽ നടന്ന് അതിൽ റിജക്റ്റ് ആയിപ്പോയി, എനിക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ അംശമുണ്ട് എന്നും പറഞ്ഞ് അവർ റിജക്റ്റാക്കി. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് വീണ്ടും 10 ദിവസത്തിനുള്ളിൽ വീണ്ടും ഒരു വലിയ പ്രയാസത്തിലായിരിക്കുന്ന സന്ദർഭത്തിലാണ് യാദൃച്ഛികമാണ് TV ചാനലിലൂടെ നമ്മുടെ പ്രോഗ്രാം കേൾക്കുവാനിടയായി തീർന്നു. ആ സന്ദർഭത്തിൽ നമ്മുടെ പ്രെയർ ലൈനിൽ വിളിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു. TV കണ്ട നമ്പറിൽ ബ്രദറിനെ വിളിച്ചു. ബ്രദറിനോട് സംസാരിച്ചപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞ്, ആൻറ്റി മെഡിക്കലിൽ വലിയൊരു അത്ഭുതം ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്, ആൻറ്റി വിഷമിക്കണ്ട എന്ന്. 10 ദിവസത്തെ കഴിഞ്ഞു മെഡിക്കൽ എടുത്തു. ആ മെഡിക്കലിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്ന് സന്തോഷ വാർത്ത കേൾക്കാൻ ഇടയായി. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അതിന് ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം. പറഞ്ഞാൽ മതിവരാത്ത രീതിയിലുള്ള കോടാനുകൂടി സ്തോത്രം. എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഈ ദൈവത്തിന് നിങ്ങളെയും സഹായിപ്പാനും വെടിവെപ്പാനും കഴിയും. ആ വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് പ്രെയർ ലൈനിൽ വിളിച്ചു, പ്രാർത്ഥിപ്പിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നു, നന്നായിട്ട് ഓർക്കുന്നു. എന്നാൽ ആ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആ മെഡിക്കൽ എല്ലാം ഓക്കെ ആയിരുന്നു. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തയോർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങൾ നീർന്ന വിഷയത്തിന് നടുവിലും ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. നിങ്ങൾക്കും കർത്താവ് വലിയ അത്ഭുതത്തെ ചെയ്തു തരും. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിശിഷ്ട അതീതമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.